നമസ്കാരം. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, ബഹുമാന്യ സ്നേഹിതർ ശ്രീ പ്രവീൺ, ശ്രീ കോവളം സതീഷ് കുമാർ, ശ്രീ ബിനീഷ് അടക്കമുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഏറെ പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരുപാട് സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളെ ഈ നിമിഷം അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ ഒരു പുതിയ പിറവി എന്ന ലക്ഷ്യവുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് 2 മാസം കഴിയുമ്പോൾ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതിനുമപ്പുറത്തേക്ക് ദീർഘകാല വീക്ഷണത്തോടുകൂടി എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യങ്ങൾ, വകുപ്പുകളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഏറ്റവും മഹനീയമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യതിയാനങ്ങളെ അതിവേഗം ഉൾക്കൊള്ളുകയും എല്ലാ കാര്യങ്ങളുടെയും നന്മകൾ ഉൾക്കൊണ്ട് തിന്മകളെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പോകുന്ന ഒരു ശൈലിയാണ് ശരാശരി മലയാളിക്കുള്ളത്. ഞങ്ങളുടെ വകുപ്പ്, എനിക്ക് അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമവും ക്ഷീരവികസനവും മൃഗസംരക്ഷണവുമാണ് പ്രധാനപ്പെട്ടത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും. ഈ മേഖലകൾ എന്ന് പറയുന്നത് ജനങ്ങളുമായി ഏറെ അടുത്ത് നിൽക്കുന്ന മേഖലയാണ്. തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമവും എല്ലാ വകുപ്പുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് വനിതാ വകുപ്പിനെ കുറിച്ച് കൂടുതൽ ഇടപെടലുകൾ വനിതാ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിയ കാലഘട്ടങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും മൃഗസംരക്ഷണം അടക്കമുള്ള ക്ഷീരവികസന വകുപ്പുകളെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിലിടപെടൽ ഉണ്ടാകും എന്നുള്ളതിനപ്പുറത്തേക്കില്ലായിരുന്നു. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കിയതിൽ ഇതൊക്കെ തന്നെ, പ്രത്യേകിച്ച് ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടു. തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ തൊഴിൽ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ ലോകത്തെ തൊഴിലാളി വർഗം, ഇന്ത്യയിലെ തൊഴിലാളി വർഗം, കേരളത്തിലെ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം, AI അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വരവ്, ഇതൊക്കെ ഈ മേഖലയിൽ ഒരുപാട് ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് പോലും പലയിടങ്ങളിലും ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അങ്ങനെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നത്. പക്ഷേ ആ സങ്കീർണതകൾ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല. നിയമത്തിൻ്റെയും സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെയും ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പരമാവധി പ്രശ്നങ്ങളെ, എംപ്ലോയറെയും എംപ്ലോയീസിനെയും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു തൊഴിൽ വകുപ്പിനാണ് നമ്മൾ ഉറപ്പ് നൽകുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പതിറ്റാണ്ടുകളായി നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നതാണ്. ഞാനടക്കമുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളുടെ ഒക്കെ വിഷയങ്ങളിൽ മുൻകാലങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും അസംഘടിത മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ ഉൾപ്പെടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യം പോലും ഇല്ലാതെ. സർക്കാർ പദ്ധതികളെക്കുറിച്ച് പരിശോധിച്ചാൽ നിരവധിയായ പദ്ധതികൾ ഇത്തരം മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഫലപ്രദമായി മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കുറവാണ് എന്നതാണ് ബോധ്യം. ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി വകുപ്പ് പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഓണക്കാലമാണ് വരാൻ പോകുന്നത്. ഒരുപാട് എല്ലാവരും ഉണ്ട് കേരളത്തിലെ, ലോകമെമ്പാടുമുള്ള മലയാളി, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ മുഴുവൻ ഓണം എന്ന് പറയുന്നത് മറ്റെല്ലാം മറന്ന് അതിലേക്ക് നമ്മൾ ആകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം വളരെ കാര്യക്ഷമമാക്കേണ്ട ഒരു സമയം കൂടിയാണ്. എൻഫോഴ്സ്മെൻറ്റ് വകുപ്പ് തലത്തിൽ നിർദ്ദേശം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും അത്യാവശ്യം ജീവനക്കാരുടെ പ്രൈമറി നീഡ്സ്, അവരുടെ എല്ലാ അവകാശങ്ങളും, മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ടെക്സ്റ്റൈൽസിലടക്കം പരിശോധനയും കാര്യങ്ങളും ഒക്കെ ശക്തമായി ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ലയങ്ങളിലൊക്കെ താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യം ഗവിയിലടക്കം ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. മുമ്പും നമുക്കറിയാവുന്ന ഇടുക്കിയിലൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഗിഗ് തൊഴിലാളികൾ, നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ഇന്ന് സാമൂഹ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുള്ളതാണ്.
അവർക്ക് കാര്യമായൊരു പരിഗണന കിട്ടുന്നില്ല. അവർക്ക് ഓട്ടോ ഡ്രൈവർമാരുൾപ്പെടെയുള്ള എല്ലാവർക്കും അവർക്കുള്ള ഇരിപ്പിടങ്ങളും വിശ്രമമുറികളും ചാർജിങ് സ്റ്റേഷനും ഒക്കെ നടപ്പാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയിൽ തന്നെ അത് ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 3 പ്രധാന സിറ്റികളിൽ ആദ്യം തുടങ്ങുന്നു. അതിനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞു. ആ വർക്ക് തുടരുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഹർദിൻ സുരക്ഷിത് എന്ന രീതിയിൽ ഉള്ള ഹിന്ദി ഭാഷയിൽ തന്നെ പലർക്കും മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചെടുക്കുന്നതാണ്. മലയാളമൊക്കെ പഠിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് പറ്റുകയില്ല. അതുകൊണ്ട് അവരുടെ ഭാഷയിൽ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുവാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൊട്ടടുത്ത ദിവസം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. അതുപോലെ ഫാക്ടറി തൊഴിലാളികൾക്ക് വിപുലമായ ആരോഗ്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകളും സർവേയും എല്ലാ കാര്യത്തിലും ഡേറ്റാസ് ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം പറയുകയാണെങ്കിൽ എവിടെയൊക്കെയോ ഡേറ്റാസ് ഉണ്ട്, പക്ഷെ ഒരിടത്തും പൂർണ്ണമല്ല. ആരോഗ്യവകുപ്പിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്, തൊഴിൽ വകുപ്പിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോം പോർട്ടൽ ഇവർക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. ചില തൊഴിലാളികളൊക്കെ വരും, കുറച്ച് കഴിയുമ്പോൾ തിരികെ പോകുന്നവരെ വരുന്നവരെ ഒന്നും കണക്കില്ല. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊക്കെ ബംഗ്ലാദേശി പൗരന്മാരെ പിടിച്ചപ്പോൾ അതുമായി സംബന്ധിച്ച് ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മറ്റ് വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാന IT വകുപ്പിൻ്റെ സഹായത്തോടുകൂടി യൂണിഫോം പോർട്ടൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപകടരഹിത തൊഴിലിടം വ്യവസായശാലകളിൽ തത്സമയ പരിശോധന നടത്തിക്കൊണ്ട് അപകടം കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതും ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യവസായ സൗഹൃദ ലൈസൻസിങ്, അത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ മൊത്തത്തിൽ ആ ഒരു പദ്ധതി പരിഷ്കരിച്ച് CM പറഞ്ഞിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ ലൈസൻസിന് പോയാൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ അപേക്ഷകൾ കെട്ടിക്കിടന്ന് എത്രയോ വകുപ്പുകളിൽ പോയി പിന്നെ വീണ്ടും തിരികെ വന്ന് അത് ഒരുപാട് സമയമെടുക്കുകയും ഒക്കെ പ്രശ്നം. അതുകൊണ്ട് വ്യവസായ സൗഹൃദ നാട് എന്ന നിലയിൽ തന്നെ അത്തരമുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ട് പോകാനുള്ള ശ്രമങ്ങളുണ്ട്. അതോടൊപ്പം ഒരുപാട് ഫാക്ടറികൾ അൺരജിസ്റ്റേർഡ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് അൺരജിസ്റ്റേർഡ് ഫാക്ടറികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വോളണ്ടറി ആയിട്ടും അല്ലാതെ നിർബന്ധപൂർവ്വം ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അങ്ങനെ വിവിധങ്ങളായി ശ്രദ്ധയിൽ വരുന്ന ഇപ്പോൾ കോറോവെൽറ്റ് വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റതിന് ശേഷം ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയി മുമ്പിൽ വന്നത് സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ വളരെ ഫലപ്രദമായി ഇടപെട്ട് സമൂഹത്തിൻ്റെ ശ്രദ്ധയും വ്യവസായികളുടെയും അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെയും ഒക്കെ ശ്രദ്ധ അതിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചതിന് ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആ വിഷയത്തിൽ ഒരു US ബേസ്ഡ് കമ്പനി ആയിരുന്നിട്ട് കൂടി വളരെ കർശനമായ നിലപാട് ജീവനക്കാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് തൊഴിൽ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. പരമാവധി ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. ലേബർ കോഡ് എന്ന വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. ആ ലേബർ കോഡ് വന്ന് 2020 പാസ്സാക്കിയ ഉടനെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഡ്രാഫ്റ്റ് റൂൾസ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. 2021 ഡിസംബറിൽ തന്നെ അത് പുറത്തിറക്കി. തുടർന്ന് ചർച്ചകളും കാര്യങ്ങളും കമ്മിറ്റി അപ്പോയിൻമെൻറ്റും ഒക്കെ നടന്ന് നിർദ്ദേശങ്ങൾ മുമ്പിലുണ്ട്. ഇപ്പോൾ ഫൈനൽ റൂൾസ് പ്രസിദ്ധീകരിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് 2026 മെയ് 8-ാം തീയതി കേന്ദ്ര സർക്കാർ ഫൈനൽ റൂൾസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ഫൈനൽ റൂൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പൂർത്തിയാക്കി. നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഒരുപാട് ആശങ്കകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷന് ശേഷം മാത്രമേ നടക്കാം. പ്രാഥമിക ചർച്ചകൾ എൻ്റെ നേതൃത്വത്തിൽ നടന്നു. അതിനുള്ള രൂപരേഖകളും ഫൈനൽ റൂൾസിൻ്റെ ഡ്രാഫ്റ്റെല്ലാം ഞങ്ങൾ തയ്യാറാക്കി വെച്ചു. ഇനി CMൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു ചർച്ചയും കൂടി നടത്തിയതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതാണ്. അതാണ് തൊഴിൽ വകുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. വനിതാ ശിശുക്ഷേമ വകുപ്പ് നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനിതകളാണ് ജനസംഖ്യയിലുള്ളത്. വനിതകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ 0 ടോളറൻസ് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. അങ്ങനെ നിരവധിയായ പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പദ്ധതികളും പരിപാടികളും ഒരുപാട് നടക്കുന്നുണ്ട് എങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തുടർന്നു വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുണ്ട്. പക്ഷേ ഇപ്പോഴും സ്ത്രീധന പീഡനം അടക്കം സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മേഖലയിൽ ഒരു സംസ്ഥാനത്ത് സമഗ്രമായൊരു വനിതാ നയം നടപ്പിലാക്കാനുള്ള ഡ്രാഫ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള
നേതൃത്വവുമായിട്ടുമൊക്കെ എല്ലാവരുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് സംസ്ഥാനത്ത് വനിതാ നയം നടപ്പിലാക്കുകയാണ്. വനിതാ നയത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഒരു പെൺകുഞ്ഞിൻ്റെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പഠനം, ജീവിത നിലവാരം, തൊഴിൽ, സഞ്ചാരം, പൊതുവിടങ്ങളിൽ സുരക്ഷയും മികച്ച ജീവിത നിലവാരവും അതിനെല്ലാം വേണ്ടുന്ന പിന്തുണ ഉറപ്പാക്കുന്ന നിലയിലുള്ള ഒരു വനിതാ നയമാണ്. അതിൽ ഊന്നൽ നൽകുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതികൾ, അവരുടെ തൊഴിൽ, കുടുംബം, ആരോഗ്യം, വയോജനങ്ങൾ എന്നിങ്ങനെ സമഗ്ര എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് വനിതാ നയം. അതോടൊപ്പം അംഗൻവാടിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശിശുനയം നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നേരെ നമ്മുടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, നമ്മൾ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിത ചിന്തയായി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്, ഒരു കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് അതിൻ്റെ അമ്മയുടെ കയ്യിലാണ്, അതിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. പക്ഷേ വർത്തമാനകാലത്തിലെ കേരളത്തിലെ ഓരോ സംഭവങ്ങളും പെറ്റമ്മയുടെ മടിയിൽ പോലും കുഞ്ഞു സുരക്ഷിതമല്ല എന്നുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ചുരുക്കം ചില കേസുകളിലാണ് അങ്ങനെ വരുന്നതെങ്കിൽ പോലും അത് ഒരിടത്ത് പോലും സംഭവിച്ചുകൂടാ എന്നാണ് സർക്കാരിൻ്റെ നയം. നെടുമങ്ങാട് കുഞ്ഞ് ഒരു കണ്ണീരോർമ്മയായി ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ ആ പിഞ്ചു ശരീരത്തിൽ 90 പരം മുറിവ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടത്. ഇങ്ങനെ കഴിയുന്ന 1.5 വയസ്സേ ഉള്ളൂ കുഞ്ഞ്. അങ്ങനെ ഓരോ സംഭവങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനോ പ്രവർത്തിക്കാനോ ആവശ്യപ്പെടാനോ കഴിയില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സർക്കാർ തന്നെയാണ് ആ കാര്യം വളരെ ഗൗരവത്തോടെ കൊണ്ടുപോകുന്നത്. ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചാൽ ആ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ സ്വത്താണ് ആ കുഞ്ഞ്. ഈ നാടിൻ്റെ ഭാവിയാണത്. അതുകൊണ്ട് നേരത്തെ വനിതകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഓരോ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ കരുതലോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് ത്രൈമാസ പരിശോധന, ആരോഗ്യ പരിശോധനയ്ക്ക് ഉള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആർത്തവ കപ്പുകൾ വിതരണം ചെയ്യാൻ, പാടുകളടക്കമുള്ള ലഭ്യമാക്കുവാനുള്ള പൊതുസ്ഥലങ്ങളിലടക്കം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നമുക്കറിയാം, പറയുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും വലിയ പ്രശ്നമാണ് പൊതുവിടങ്ങളുടെ ശുചിമുറികളുടെ അഭാവം കൊണ്ട് സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. കൂടെ ഇത് പറയാറുണ്ട്, പക്ഷേ കാര്യത്തിൽ നടക്കാറില്ല. അഥവാ ഇത് തുടങ്ങിയാൽ തന്നെ തുടങ്ങുന്ന വേഗതയിൽ തന്നെ അടച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സാനിറ്ററി പാഡ് വെൻഡിങ് മെഷീനുകളും പാഡ് ഇൻസിനറേറ്ററുകളും പൊതുസ്ഥലങ്ങൾ സ്ഥാപിക്കും. ശുചിമുറികളും അടക്കമുള്ളതും കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് സ്ഥാപിക്കും. അതുപോലെ പീഡനം നേരിട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം, പാർപ്പിടം, കൗൺസിലിംഗ്, ആരോഗ്യ പരിരക്ഷ, തൊഴിലവസരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് നടപടികളും പദ്ധതികളും ഒക്കെ സർക്കാരിൻ്റേതായിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ആധുനികവൽക്കരിച്ച് കുറ്റമറ്റ രീതിയിൽ തീർച്ചയായും ഈ സർക്കാർ നടപ്പിലാക്കും. വ്യവസായ പാർക്കുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ ഒരു ക്രഷ് പോളിസി വരേണ്ടതായിട്ടുണ്ട്. ഞാനെന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളി ഈ ഫാക്ടറിയിൽ ജോലി ചെയ്യുക. പക്ഷെ അവിടെയും ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ നോക്കാനൊരു സ്ഥലം. ഇപ്പോൾ പലയിടത്തും പല അമ്മമാരും, യുവതികളായ അമ്മമാർ നമ്മളോട് വ്യക്തിപരമായി മന്ത്രി എന്ന നിലയിലും പരാതിപ്പെടുന്നു. 6 മാസം കുഞ്ഞിനെ നോക്കാൻ, അതും 6 മാസം പലയിടത്തും കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു. കർശനമായി അത് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമം എന്ന് പറയുന്നത് 6 മാസത്തെ മെറ്റേണിറ്റി ലീവാണ്. പല സ്വകാര്യ സ്ഥാപനങ്ങളിലും അത് നടത്തുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അത് കർശനമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് അമ്മ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം, കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വീട്ടിൽ ആളില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു പോളിസിയും കൂടി കൊണ്ടുവന്ന് അതും ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വ്യവസായ പാർക്കുകളിലും പ്രധാന പട്ടണങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കുട്ടികൾക്കായി നഴ്സറി സൗകര്യങ്ങൾ, അത്തരത്തിൽ ക്രഷ് സൗകര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക കുറ്റകൃത്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ പീഡനങ്ങളും ഒക്കെ തടയാനുള്ള ശക്തമായ നിയമങ്ങൾ ഉള്ളത് നടപ്പിലാക്കും. പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും. സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ബോൾഡായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കാറില്ല. പക്ഷേ ദുർബല മനസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൻ്റെ പിന്തുണയില്ലാത്തതോ അങ്ങനെയുള്ള പിന്തുണയില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനയും ജീവഹാനി വരെ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴായി റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് വളരെ ഗൗരവതരമായി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപജീവന മാർഗമായി വീണ്ടും കൂടുതൽ ആളുകൾ മൃഗങ്ങളെ വളർത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. എല്ലാ കന്നുകാലികളെയും ന്യായമായ വിലയ്ക്ക് ഇൻഷുർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. കാരണം മന്ത്രിയായതിനു ശേഷം ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയത്
പെട്ടെന്നൊരു ഉപജീവന മാർഗ്ഗമായി ഒരു കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പശു അല്ലെങ്കിൽ കന്നുകാലി പെട്ടെന്ന് അങ്ങ് ചത്തുപോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ രൂപ നഷ്ടമാകും, ജീവിതമാർഗ്ഗവും നിലച്ചു പോകും. അങ്ങനെ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികളുണ്ട്. കന്നുകുട്ടി പരിപാലനത്തിന് ഉള്ള പദ്ധതികൾ വളരെ സാർവത്രികവും ശാസ്ത്രീയവുമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. താറാവ് കർഷകർ നമുക്കറിയാം, ഓരോ സമയത്തും ഈ താറാവ് കർഷകരുടെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് രോഗം വ്യാപിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികൾ, അതോടൊപ്പം തെരുവുനായ്ക്കൾ അടക്കമുള്ള പ്രശ്നങ്ങൾ LSD വകുപ്പുമായി ഞങ്ങൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വന്ധ്യകരണത്തിനും വാക്സിനേഷൻ ഡ്രൈവുകൾക്കുമായുള്ള മൊബൈൽ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റുകൾ കൂടി സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ എല്ലായിടത്തും നമുക്കറിയാം പെറ്റ് ഡോഗ്സ് മുൻകാലത്തേക്കാൾ കേരളത്തിൽ ഇപ്പം പെറ്റ് ആനിമൽസ് അത് സാർവത്രികമായിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടിയും പെറ്റ് ആനിമൽസിന് വേണ്ടി കൂടി ഒരു പോളിസി കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പ് കേരളം കണികണ്ടുടരുന്ന നന്മയാണ് മിൽമ എന്ന പരസ്യവാചകം നമ്മുടെ ഹൃദയത്തിലേറെയുണ്ട്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ 70,000 ലിറ്റർ പാലാണ് ഉള്ളത്. 1 കോടി ലിറ്റർ പാലാക്കാൻ 3 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ. പാലുൽപാദനം സ്വയം പര്യാപ്തമാക്കണം. തീറ്റപ്പുല്ല് കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കന്നുകാലികൾക്കുള്ള തീറ്റ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് എല്ലാ സബ്സിഡികളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ചുരുക്കത്തിൽ ക്ഷീരകർഷകരും ക്ഷീരസഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷീരകർഷകർക്ക് ന്യായവില ഉറപ്പാക്കാനുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ തന്നെ, സോഫ്റ്റ്വെയർ സംവിധാനമാണെങ്കിൽ മാത്രമേ അത് കുറ്റമറ്റ രീതിയിൽ നടക്കുള്ളൂ, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും ഒരു നൂതന വിഷനോടുകൂടി ഏൽപ്പിക്കപ്പെട്ട വകുപ്പുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒപ്പം നിർദ്ദേശങ്ങളും ക്ഷണിക്കാം. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൂടാതെ വകുപ്പ് തല അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ഷീബ കമാലിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെ. കാരണം ഇതൊരു ഡീപ്പായിട്ടുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ദേവസ്വം വകുപ്പിന് കൂടി, ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ പങ്കുണ്ട് എന്ന സാധ്യത. കാരണം അല്ലാതെ മിൽമ ജീവനക്കാർക്ക് മാത്രമായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ. നെയ്യ് വില കൂട്ടി, ക്വാളിറ്റിയും കുറഞ്ഞു. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. ശബരിമല അയ്യപ്പസ്വാമിയുടെ നെയ്യഭിഷേകം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പരിശുദ്ധമായി നടത്തേണ്ടതാണ്. അവിടെ ആ നെയ്യിൽ തിരിമറി നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ നിരവധിയായ വിഷയങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട്. ആ മിൽമയുടെ പ്രവർത്തനങ്ങളുടെ അന്വേഷണ വിവരങ്ങൾ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികം ഉണ്ടാവുമല്ലോ. ഭരണസമിതി അറിയാതെ പോകാൻ യാതൊരു സാധ്യതയുമില്ല. അത് വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത്, മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടതിൻ്റെ അടുത്ത ദിവസം അവരുടെ ഭാരവാഹികൾ പറയുന്നത് അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. അവരങ്ങനെ പറഞ്ഞ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നടത്താൻ പറ്റില്ലല്ലോ. ഇവരുടെ അറിവോടും സമ്മതത്തോടും കൂടി അല്ലാതെ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അന്വേഷണത്തിന് ശേഷം കൃത്യമായ വിവരം പറയാം. അതിൻ്റെ പ്രധാന വിഷയമെന്ന് പറയുന്നത് ലേബർ കോഡ് ഇപ്പോൾ യാഥാർത്ഥ്യമായി രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കി. കൺകറൻറ്റ് ലിസ്റ്റിലാണ് തൊഴിലെങ്കിലും സെൻട്രൽ സ്റ്റാറ്റ്യൂട്ടിന് ഓവർറൂൾ ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അത് ഒരു ഭാഗം. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരം എന്ന് പറയുന്നത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈക്വൽ സ്റ്റാറ്റസോടുകൂടി പോകുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് ഇഷ്യൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അടക്കമുള്ള ഇഷ്യൂസും ഉണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു ചർച്ച കൂടി മന്ത്രി ലെവലിൽ ചർച്ചകൾ പൂർത്തിയായി. ഇനി മുഖ്യമന്ത്രിയുടെ ലെവലിൽ ഒരു ചർച്ചകൾക്ക് ശേഷം അത്തരം നടപടികൾ. എല്ലാ വിഷയങ്ങളും ഒരു ചർച്ചയും കൂടി, ഒരു സമഗ്രമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കും.
BMS അടക്കം ഞാൻ പറഞ്ഞുവല്ലോ, അതിൻ്റെ പ്രാഥമികമായ ചർച്ചകൾ നടത്തി ഒരു രൂപരേഖ ഉണ്ടായിട്ടുണ്ട്. ഫൈനൽ ചർച്ചയ്ക്ക് ശേഷം കൃത്യമായ വിവരങ്ങൾ പറയാം. തടയിടാനുള്ള മാർഗങ്ങൾ ശാസ്ത്രീയമായി തന്നെ ആരംഭിക്കുന്നുണ്ട്, വകുപ്പ് ആരംഭിക്കുന്നുണ്ട്. അതൊരു വലിയ വിഷയമാണ്. നേരത്തെ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഈ പറയുന്ന ഒരു പാല് മായം കലർന്ന് പിടിക്കുമ്പോൾ അപ്പോൾ ഒരു നടപടി ഉണ്ടാകും, പിന്നെ അതില്ല, പിന്നെയും ഇത് വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സമഗ്രമായി ആ വിഷയത്തെ വകുപ്പ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതെ, ഓണം വരുന്നു, ഇനിയിപ്പോൾ അത് ഏറ്റവും വലിയ ഇഷ്യൂ. ആർക്കും ഗവൺമെൻറ് എതിരല്ല, മറിച്ച് രണ്ടുമില്ലാതെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, എംപ്ലോയർ ഫ്രണ്ട്ലി ആൻഡ് എംപ്ലോയി ഫ്രണ്ട്ലി. അത് ഒരു നിർദ്ദേശം IT വകുപ്പിന് തൊഴിൽ വകുപ്പ് കൊടുത്തിരിക്കുന്നതാണ്. ഒരു ഞങ്ങളുടേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരു ഓഫീസ് വെൽനസ് പോളിസി വേണം. നിർബന്ധമായും കേരളം എംപ്ലോയർ ഫ്രണ്ട്ലി അല്ല എങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരത്തില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നത് അതിനാണ്. നിർബന്ധമായി വ്യവസായങ്ങൾ ഇവിടേക്ക് വരണം. അത് അവിടുത്തെ ജീവനക്കാരുടെ അവകാശങ്ങളും സംരക്ഷിക്കണം. അത് ഈക്വലായിട്ട് തന്നെ. അതിൽ നമ്മളോടിപ്പം ഈ ഇടത്തെ കണ്ണാണോ വലത്തെ കണ്ണാണോ വേണ്ടുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കണ്ണും ഒരുപോലെ ഉണ്ടായാലേ പറ്റുള്ളൂ. അതാണ് IT വകുപ്പിൻ്റെ കൃത്യമായ നിലപാട് നമുക്കറിയാലോ. വ്യവസായങ്ങൾ കൊണ്ടുവരണം അവിടുത്തെ ജീവനക്കാരെ. അത് ആരും തമ്മിലൊരു ക്ലാഷ് ഇല്ല. കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലേക്ക് വ്യവസായങ്ങൾ കൊണ്ടുവരണം, എന്നാലല്ലേ നമ്മുടെ ആൾക്ക് ജോലി കിട്ടും. വ്യവസായം വരാതെ നമ്മൾ ജീവനക്കാരുടെ അവകാശം എവിടെ ഇട്ട് സംരക്ഷിക്കും? അതുകൊണ്ട് വളരെ കൃത്യമായി എംപ്ലോയർ ഫ്രണ്ട്ലിയും എംപ്ലോയി ഫ്രണ്ട്ലിയുമായിട്ടുള്ളൊരു നയവുമായി ഗവൺമെൻറ്റിന് മൊത്തത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായും കേരള സർക്കാരിനെ സംബന്ധിച്ച് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദിവാസി ദളിത് മേഖലകളിൽ എത്രയോ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചതോടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുറ്റമറ്റ രീതിയിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ആദിവാസികളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിയിലൊക്കെ പോയി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്ര വർഷം കൊണ്ടേ നമ്മൾ കേൾക്കുന്നു, വാർത്തകൾ വരുന്നു, കോടിക്കണക്കിന് രൂപ അട്ടപ്പാടിയുടെ പുരോഗതിക്കായി വിലയിരുത്തി. ഏതെങ്കിലും ആദിവാസി ദളിത് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചോദിക്കുമ്പോൾ കോടികൾ ചെലവഴിച്ച കണക്ക് പറയുമ്പോൾ, പക്ഷേ അർഹിക്കുന്ന രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ആവശ്യമായ രീതിയിൽ പൂർണ്ണമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. ഞങ്ങളെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് മന്ത്രി ശ്രീമതി KA തുളസിയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായി സുതാര്യമായി അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വയം പര്യാപ്തത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ദാക്ഷായണി വായ്പാ പദ്ധതി അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും എല്ലാ വകുപ്പുകളിലും ആരാണോ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് അവരിലേക്ക് അത് എത്തുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 1960 തൊട്ട് 2026 വരെ എത്ര കോടി രൂപയാണ് ആദിവാസി മേഖലയ്ക്ക് കേന്ദ്ര ഫണ്ട്, പക്ഷെ ഒരു രൂപ പോലും അവരുടെ അടുത്ത് എത്തിയിട്ടില്ല. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് ഗവൺമെൻറ് ഭരിച്ചാൽ അങ്ങനെ സാമാന്യവൽക്കരിക്കേണ്ട എന്നുള്ളത് ഒന്നാമത്തേത്. രണ്ട്, ഒരു രൂപ പോലും അവരിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമല്ല. പക്ഷേ ആനുപാതികമായുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം. UDF ഗവൺമെൻറ് കൃത്യമായി ആ കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ബെനിഫിഷ്യറീസായ ആളുകൾ എത്തേണ്ടവരിലേക്ക് കൃത്യമായി എത്തുന്നുവെന്ന് ഈ ഗവൺമെൻറ് ഉറപ്പുവരുത്തും. On one side, the management is trying to squeeze them out. On the other side, there are these people who are creating problems for these Uber drivers in tourist places. Booking the app and then mishandling them. Gundaism is being done. Have you interacted with these people of the Uber drivers? Have you spoken to them about their problems? And have you met with the management of these companies? We have convened a meeting day after tomorrow for tackling this issue. We will intervene in it.
സമയത്ത് പറയുന്നത് അവരുടെ ഇതുവരെയുള്ള ശമ്പളം കൊടുത്ത് തീർക്കാനുള്ള ഒരു പരിഹാരം മാത്രമാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് ഇതുപോലെ വീണ്ടും കമ്പനികൾ കൂട്ടിപ്പോകുന്ന വിഷയം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മറികടക്കുക? ഒന്നാമതായി ഇതുവരെയുള്ള ശമ്പളം കൊടുത്ത് പരിഹരിച്ചതല്ല. നിയമത്തിൽ പറയുന്ന ഇതിനേക്കാൾ കൂടുതൽ കുട്ടികളോട് മാനേജ്മെൻറ്റോട് നമ്മൾ സർക്കാർ ആവശ്യപ്പെട്ടത് കുട്ടികളെ അവർക്ക് വേറെ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവരവിടേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് പിന്നീടുള്ള ചർച്ചയിൽ അത് വേണ്ട, കേരളത്തിൽ തന്നെ നിന്നാൽ മതി, അവർക്ക് അടുത്തൊരു തൊഴിൽ കണ്ടു കിട്ടുന്നിടം വരെയുള്ള ഒരു പണം ആവശ്യപ്പെട്ട ഒരു തുക ഒരു മാസം പറഞ്ഞു, ഇത്ര മാസം, അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഒരു എഗ്രിമെൻറ്റിൽ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അവരുടെ സർട്ടിഫിക്കറ്റ്സ് വേണമെന്ന് പറഞ്ഞു, അവർക്ക് നല്ല ഇത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, അതെല്ലാം വാങ്ങിച്ചു. കുട്ടികൾ ആവശ്യപ്പെട്ടതെല്ലാം അതിനേക്കാൾ കൂടുതൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ തീർച്ചയായും നമുക്ക് ഇത്തരം വിഷയങ്ങളെ ജനറലായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ ഇഷ്യൂവിലും സവിശേഷതകളാണ്. അതത് വിഷയങ്ങൾ അതത് രീതിയിൽ അപ്പോൾ കൈകാര്യം ചെയ്യും. സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് മൊട്ടക്കുന്നുകളുണ്ട്. ഇവിടെയൊക്കെ തീറ്റപ്പുൽ കൃഷി നടത്തി കഴിഞ്ഞാൽ മണ്ണൊലിപ്പും തടയാൻ പറ്റും. ഒരുപാട് പേർക്ക് ജോലി, കുടുംബശ്രീയെ പോലുള്ള കൊച്ചു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ തീറ്റപ്പുൽ കൃഷി പരിഹരിക്കാവുന്ന ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഈ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നേ ഉള്ളൂ. ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. മിൽമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാൽ വില വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. ഈ അമ്പൂരി, ആര്യനാട്, കാട്ടാക്കട ആ ഭാഗത്ത് ഒരുപാട് മൊട്ടക്കുന്നുകളുണ്ട്. അതെ, സാധ്യമായ എല്ലായിടത്തും തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അതിനുവേണ്ടിയും സമഗ്രമായ പദ്ധതികൾ വകുപ്പ് ആവിഷ്കരിച്ചു. 2025 കണക്ക് പ്രകാരം 2.58 കോടി സഞ്ചാരികളാണ് ഇന്ന് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. അതിൽ സ്ത്രീകളും ഉണ്ട്, കുഞ്ഞുങ്ങളുള്ള അമ്മമാരും ഉണ്ട്. ഈ പബ്ലിക് ടോയ്ലറ്റ് പോലെ തന്നെ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഈ ഡയപ്പേഴ്സ് ഈ പൊതുവഴിയിൽ വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ ഡയപ്പർ സ്റ്റേഷനുകൾ ഇല്ലാത്തത് കൊണ്ട്, കാരണം നമുക്കറിയാം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ട് പല സ്ത്രീകൾക്കും. പക്ഷെ അവർ അനുഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തു പോകുമ്പോൾ കൃത്യമായി ഡയപ്പർ സ്റ്റേഷനുകളില്ല. വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലാണ്. അപ്പൊ അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പദ്ധതികൾ ആവശ്യം? തീർച്ചയായും അത് ചെയ്യേണ്ട, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് തീർച്ചയായും. അതുകൊണ്ട് വനിതാ നയത്തിൽ അത്തരം ശിശു നയത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിഹരിക്കും. ഇതെല്ലാം ഒരു ദിവസം ഒരു സ്വിച്ചിട്ടാണൊക്കെ നമുക്ക് നടത്താൻ കഴിയില്ല എന്നുള്ള പ്രായോഗിക പരിമിതികൾ നമുക്കുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറയുന്നത് വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ, ജനങ്ങൾക്ക് സൗകര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ നയം. അത് ചെയ്യുക എന്നുള്ളത് ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കശുവണ്ടി തൊഴിലാളിയുടെ മകൾ കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും എനിക്ക് വൈകാരികമായി ബന്ധമുള്ള ഇതാണ്. പക്ഷേ ആ വ്യവസായത്തിൻ്റെ സാഹചര്യം അതിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ഷിബു ബേബി ജോൺ അദ്ദേഹമാണ്. സാധ്യമായ എല്ലാ വഴികളും ഞങ്ങൾ നോക്കുന്നുണ്ട്. പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശിശുമരണ നിരക്കിൽ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡിൽ ആണ് നമ്മളെങ്കിലും പറഞ്ഞല്ലോ, ഒരു മരണം പോലും സംഭവിച്ചുകൂടാ, ഒരു ആക്രമണം പോലും നടന്നുകൂടാ എന്നുള്ളതാണ് നമ്മുടെ നയം. അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ പരമാവധി സർക്കാർ ചെയ്യും. അതൊക്കെ യഥാസമയം യഥോചിതം നടക്കും. അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. ആയിക്കോട്ടെ, അതൊക്കെ യഥാസമയം 2 മാസമല്ല, അതൊക്കെ വകുപ്പ് തല കാര്യങ്ങളാണ്. അത് സർക്കാർ ആ കാര്യത്തിൽ സർക്കാർ കാര്യം മുറ പോലെ അങ്ങ് നടന്നോളും. അതിൽ ആശങ്കപ്പെടേണ്ട. അതൊക്കെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഓക്കെ, വേറെ വകുപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇല്ല, അതൊക്കെ അതിൻ്റെ സമയത്ത് നടന്നോളും. വകുപ്പിനെ സംബന്ധിച്ച് വകുപ്പുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആ
അവർ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും ഓരോരുത്തർ വരും ഇന്റർവ്യൂ എടുക്കും, അത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്കോ ജീവിതത്തിലേക്കോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തൊഴിൽ മേഖലയിൽ പറയുമ്പോൾ ഗിഗ് വർക്കേഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ എടുത്തിടുമ്പോൾ സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പദ്ധതിയിൽ അവരുടെ വാക്ക് കൂടി കേൾക്കണമെന്ന് ഒരു അഭിപ്രായം ഉന്നയിക്കുക. സത്യത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. എന്നോട് ആരും സംസാരിച്ചിട്ടില്ല. കാര്യം നോക്കാം. ഈ അംഗൻവാടിയിൽ ഒരു ടീച്ചർ കൊല്ലപ്പെടുകയുണ്ടായി. എന്തെങ്കിലും സുരക്ഷാ നടപടികൾ തന്നെ എന്തെങ്കിലും അതിനെക്കുറിച്ച് ആണ് ഞാനവിടെ പോയിരുന്നു. ഈ പറഞ്ഞതുപോലെ സുരക്ഷ ആ പ്രദേശത്ത് അംഗൻവാടി ജീവനക്കാരുടെ മാത്രമല്ല, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ തന്നെ സുരക്ഷിതത്വം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായിട്ടെല്ലാം അത് സംസാരിച്ചു. അന്ന് ഗവിയിൽ പോയി വന്നതിന് ശേഷം എല്ലാവർക്കും അത് സംബന്ധിച്ച് നോട്ടും കൊടുത്തു. അത് അങ്ങനെയുള്ള ഇടങ്ങൾ നമ്മൾ പ്രത്യേകമായി കരുതേണ്ടതാണ്. അവിടെ പുതിയ കൂടുതൽ ഗാർഡുകളെ നിർമ്മിക്കാൻ ആവശ്യമുള്ള അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വകുപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അംഗൻവാടി പെൻഷനേഴ്സിന് 5 മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. അത് തുച്ഛമായ തുകയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1500 1500 2000 ഉള്ളൂ. അപ്പൊ അത് 5 മാസമായി അവർക്ക് കിട്ടിയത്. അത് ഓണത്തിന് മുന്നേ എന്തായാലും ഞങ്ങൾ വന്നിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞ് 10 ദിവസമായിട്ടുള്ളൂ. എന്തായാലും ഓണത്തിന് മുമ്പ് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കും. അല്ല, എംപ്ലോയ്മെൻറ്റ് ഷിബു മിനിസ്റ്റർക്കാണ്.